നമസ്കാരം. ഫുട്ബോൾ പീറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ റിലേറ്റഡ് ലോകത്ത് ഇന്നലെ കുറച്ച് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ മുമ്പ് രസകരമായ ഒരു സംഭവം, നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് പോർട്ടോ പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ചിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം നടക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ഫാബിന്റെ കയ്യിൽ ഓൺസ്റ്റീന്റെ കയ്യിൽ ഒരു സോഴ്സിൽ നിന്നും ഇതിനെക്കുറിച്ച് കേട്ടില്ല. FC പോർട്ടോ അവർ സീക്രട്ട് ആയിട്ട് വെച്ചുകൊണ്ട് അവരുടെ മാനേജ്മെന്റിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ലൂക്ക് ഡിയോങ്ങിനെ ഒഫീഷ്യലി ആ മാച്ചിന് മുമ്പ് ഫാൻസിന്റെ ഫ്രണ്ടിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഈ ഫാബ്രിസ് ഇറക്കിയൊക്കെ മുമ്പ് ഇങ്ങനെയായിരുന്നു സംഭവങ്ങൾ, എങ്ങനെ എന്ത് രസമായിരുന്നല്ലേ. ഒന്ന് ഓർത്തെ, അപ്രതീക്ഷിതമായി പെട്ടെന്ന് റാഷ്ഫോർഡ് ബാർസയുടെ ഒരു പ്രീ സീസൺ മാച്ചിന് മുമ്പ് ബാർസ ജേഴ്സിയും പിടിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഇസാക്ക് ലിവർപൂൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് അതുപോലെ എന്താ പറയുക അൽവറ കറാസിനെയോ മറ്റൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പെട്ടെന്ന് പ്രീ സീസൺ മാച്ചിന് മുമ്പ് അർണോൾഡിനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം സിറ്റി റൈൻഡേഴ്സിനെ കൊണ്ടുവന്ന്. അങ്ങനത്തെ സർപ്രൈസിങ് ആയിട്ടുള്ള സൈനിങ്ങുകൾ അല്ലേ. അവർ ഒന്നൊന്നര മോമെന്റ് ആയിരുന്നു. റിയലി ഫെൽറ്റ് ഗ്രേറ്റ്. ആ ഒരു മൊമെന്റ് കണ്ടപ്പോഴേ ആ മാനേജ്മെന്റിന് മാർക്ക് കൊടുക്കണം. അവർ ആ കാര്യം സീക്രട്ട് ആയിട്ട് വെച്ചതിന് ഈ ഒരു എറയിൽ നമുക്കറിയാലോ, എവിടുന്ന് ന്യൂസ് കിട്ടാവോ അവിടുന്ന് അടിച്ചുവിടാനായിട്ട് ജേർണലിസ്റ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഹാറ്റ്സ് ഓഫ് ടു FC പോർട്ടോ, പറയാതിരിക്കാൻ വയ്യ സീക്രട്ട് ആക്കി വെച്ചതിന്, എസ്പെഷ്യലി ഫാബിന്റെ കയ്യിൽ നിന്ന് പൂട്ടി വെച്ചതിന്. അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിനോട് പോകാനായിട്ടാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ബാർസയുടെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. മറ്റൊന്നുമല്ല, മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ വേഴ്സസ് ബാർസലോണ കാര്യം കുറച്ച് സീരിയസ് ആവുകയാണ്. മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗന്റെ സർജറി കഴിഞ്ഞല്ലോ. ആളുടെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇനിയും ലീഗയുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യാം. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ എത്ര നാൾ വെളിയിലാണെന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് കൊടുത്ത് പ്രസന്റ് ചെയ്ത് ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം പുള്ളിയുടെ 50% സാലറി ഉപയോഗിച്ച് ജോൺ ഗാർഷ്യനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ബാർസ പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് ഈ ആഴ്ച ജോൺ ഗാർഷ്യ രജിസ്ട്രേഷൻ നടക്കുന്നു ഓൾമോസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കാര്യം സീരിയസ് ആണെന്ന് എന്നാന്ന് പറഞ്ഞാൽ, മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ബാർസലോണയ്ക്ക് ആ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. അതായത് ഓതറൈസേഷൻ കൊടുക്കുന്നില്ല. അതായത് പ്ലെയറിന്റെ ഓതറൈസേഷൻ ആദ്യമേ കിട്ടണം. ഓക്കെ, മെഡിക്കൽ റിപ്പോർട്ട് എന്റെ ക്ലബിന് ഒഫീഷ്യലി ലീഗയുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുക, എന്റെ ഓതറൈസേഷൻ ഉണ്ട്, ആ ഓതറൈസേഷൻ കൊടുക്കുന്നില്ല. ബാർസലോണയ്ക്ക് ഇപ്പൊ ലീഗയുടെ ഫ്രണ്ടിൽ ആ മെഡിക്കൽ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടാൽ ഇതിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. എന്നോട് ചോദിക്കാനായിട്ടാണ്, പുള്ളി ക്ലബിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, ക്ലബിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ്, ക്ലബിന്റെ ക്യാപ്റ്റനാണ്, ഏറ്റവും സീനിയർ ഫിഗർ ആണ് ആ ടീമിൽ. ഇങ്ങനെ ക്ലബിനെ ഇട്ട് ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ട്. മേ ബി പുള്ളിനെ ട്രീറ്റ് ചെയ്ത രീതി കറക്റ്റ് അല്ലായിരിക്കാം, പുള്ളിനെ ക്ലബിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുന്ന രീതി. പക്ഷെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പുള്ളിയും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ടെർ സ്റ്റെഗന്റെ ലെഗസി ക്ലബിൽ റിയലി നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്നുണ്ട്. ടെർ സ്റ്റെഗന്റെ ഒരു വാല്യൂ ഇപ്പൊ ക്ലബിലോട്ട് വരുമ്പോഴേക്കും. ഒരു കോമ്പറ്റീഷൻ വന്നപ്പോഴേക്കും ഇങ്ങനെ കിടന്ന് ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ ബെഞ്ചമിൻ ഷെഷ്കോക്ക് വേണ്ടി 80 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 10 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു ഇംപ്രൂവ്ഡ് ബിഡ് ന്യൂകാസിൽ യുണൈറ്റഡ് വിട്ടതായിട്ട് ഫാബ്രിസിയോ റൊമാനോ കൺഫേം ആക്കിയിട്ടുണ്ട്. ആൻഡ് അത് ഇതുവരെ ലൈപ്സിഗ് അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. കൂടാതെ പേഴ്സണൽ ടൈംസും ഷെഷ്കോ ഇതുവരെ രണ്ട് ക്ലബ്ബുമായിട്ട്, യുണൈറ്റഡ് ആയിട്ടോ ന്യൂകാസിലുമായിട്ടോ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് RB ലൈപ്സിഗിനെ അറിയിച്ചതായിട്ടും ഫാബ്രിസിയോ റൊമാനോ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളുമായിട്ട് പേഴ്സണൽ ടൈംസ് ഷെഷ്കോ അഗ്രി ചെയ്താൽ ഞങ്ങൾ ഒരു ബിഡ് വിടും. ന്യൂകാസിൽ എന്ത് വിടുന്നു അത് മാച്ച് ചെയ്യാൻ റെഡി ആണെന്നുള്ള രീതിയിലാണ് എന്നാണ് കേൾക്കുന്നത്. ഡെഫിനറ്റ്ലി ഷെഷ്കോ 70 നിൽക്കത്തില്ല, ഇപ്പം 90 വരെ എത്തിയിട്ടുണ്ട്. അതിന് മേളിൽ പോകാനായിട്ടുള്ള സാധ്യത. നിങ്ങളുടെ ഒപ്പീനിയൻ പറയും. ഇപ്പം 90 മില്യൺ ആഡ് ഓൺസ് ഉൾപ്പെടെ ഉള്ളത് മിക്കവാറും 100 മില്യൺ ആഡ് ഓൺസ് ഉൾപ്പെടെ ആവാനായിട്ടുള്ള സാധ്യത ഇപ്പം നല്ലപോലെ കാണുന്നുണ്ട്. ആ ഒരു ലെവലിലോട്ട് ഷെഷ്കോ പോകണോ? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഹീസ് നോട്ട് വർത്ത് ദാറ്റ്. പുള്ളിയുടെ സാലറി ഡിമാൻഡ്സും മറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് ഔട്ട് ഓഫ് ദ ഹാൻഡ്സ് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഷെഷ്കോ ഡീൽ ഡൺ ആക്കിയതിന് ശേഷം വേണം ഇസാക്കിന്റെ സെയിലിലോട്ട് ന്യൂകാസിലിന് കടക്കാനെന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടെ നമ്മൾ മറ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ, റോഡ്രിയുടെ ഫ്രണ്ടിൽ 2029 വരെ ഒരു കോൺട്രാക്ട് പ്രപ്പോസൽ ആൻഡ് ക്ലബിലെ സെക്കൻഡ് ഹയസ്റ്റ് ഏണർ ആക്കത്തക്ക രീതിയിൽ ഹാളണ്ടിന് ശേഷം ഒരു പ്രപ്പോസൽ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ് അവിടെ ടോക്സ് പോകുന്നത്. അതുപോലെ തന്നെ മിഗ്വൽ ഗുട്ടീറസ് നമുക്കറിയാം, ഇപ്പൊ കറന്റ് ജിറോണയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. പുള്ളിയുടെ 50% റൈറ്റ്സ് റയൽ മാഡ്രിഡിന്റെ കയ്യിലുണ്ട്. ഗ്യൂട്ടിറസിനെ 18 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് നാപ്പോളിയും ജിറോണയ്ക്കും ഇടയിൽ ഇപ്പം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലെയർ പേഴ്സണൽ ടൈംസ് നാപ്പോളിയായിട്ട് അഗ്രി ചെയ്തു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. 80 മില്യൺ ഡീൽ ഡൺ നടക്കുകയാണെങ്കിൽ അതിന് 9 മില്യണോളം റയൽ മാഡ്രിഡിന് കിട്ടുന്നതാണ്. അവിടുന്ന് ചെൽസി നമുക്കറിയാം, ഇപ്പം ഗെർനാച്ചോയും ചാവി സിമൻസ് ഡീലിലും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അവരെ എത്തിക്കാനായിട്ട് തന്നെയാണ് നീക്കം. അതിനു മുമ്പ് അവർ സെയിൽസിൽ ഫോക്കസ് ചെയ്യുമായിരുന്നു എന്ന് ഫാബ്രിസിയോ കൺഫേം ആക്കിയിരുന്നു. ഇന്നലെ പടയെന്ന് 2 സെയിൽസ് നടത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല,
ഫസ്റ്റ് ഡ്രൂസ്ബെറി ഹാളിനെ അവർ എവർട്ടണിലോട്ട് 25 മില്യൺ പൗണ്ട്സ് ഫിക്സഡ് പ്ലസ് 4 മില്യൺ പൗണ്ട്സ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിന് വിട്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെയാണ് ലെസ്ലി ഉഗ്ഗുചൊക്കേനെ ബേൺലിയിലോട്ട് അവർ വിട്ടിട്ടുണ്ട്. എക്സാക്ട് പ്രൈസ് എത്രയാണെന്ന് അറിയത്തില്ല, അതും ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് ആണെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റേ കാർനെ ചുക്കുമെക്കയുടെ കാര്യത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടുമായിട്ട് ഇപ്പം സീരിയസ് ടോക്സ് നടത്തുവാണെന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഡോർട്ട്മുണ്ട് ചുക്കുമെക്കയിൽ ഇൻട്രസ്റ്റഡ് ആണ്, ചുക്കുമെക്കൻ ഡോർട്ട്മുണ്ടിൽ പോകാനായിട്ടാണ് പ്ലാൻ. സോ അതിലും ഒരു ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു 60-70 മില്യൺ പൗണ്ട്സോളം അവർ ഈ 3 സെയിൽസിൽ നിന്നും മിക്കവാറും റേസ് ചെയ്യും. ആൻഡ് 70 മില്യൺ പ്ലസ് എന്തായാലും റേസ് ചെയ്യുമായിരിക്കും തോന്നുന്നു. സോ എന്താണ് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. മിക്കവാറും ചാവി സിമൻസ് ആൻഡ് ഗെർനാച്ചോ ഡീലിലോട്ട് പിന്നീട് എൻ്റർ ആവും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് AC മിലാൻ ആണെങ്കിൽ യങ് ബോയ്സിന്റെ റൈറ്റ് ബാക്ക് ആയ സച്ചാരെ അത്തേക്കാമെ എന്നതൊന്നും എക്സാക്ട് പ്രൊണൗൺസിയേഷൻ, പുള്ളിന് 8 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിന് ഡീലെല്ലാം ഓൾമോസ്റ്റ് അഗ്രി ആവുന്നതിന്റെ വക്കിലാണെന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഫാബ്രിസിയോയുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം, അൽ അഹ്ലി എൻസോ മില്ലറ്റിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ് ഈ സിറ്റുവേഷൻ വഷളാക്കിയത്. കാരണം 23 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് അവരത് 18 മില്യൺ യൂറോസിന് ഡൺ ആക്കാനായിട്ട് കിടന്ന് നെഗോഷിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെഗോഷിയേറ്റ് ചെയ്ത് 20 വരെ എത്തി, 23 കൊടുക്കാൻ റെഡിയല്ല എന്ന രീതിയിൽ ഇന്ന്, കാരണം എൻസോ മില്ലറ്റ് ഓൾറെഡി അത്ലറ്റിക്കോ ആയിട്ടെല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. ഈ കാര്യം ഡ്രാഗ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അൽ അഹ്ലി എൻ്ററായി. അവരെ 23 റിലീസ് ക്ലോസും പേ ചെയ്തു, പ്ലെയറിന് നല്ലൊരു സാലറി പ്രൊപ്പോസൽ കൊടുത്തു, പ്ലെയർ അത് അഗ്രി ചെയ്തു. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് കയ്യിൽ നിന്ന് എൻസോ മില്ലറ്റിനെ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് അൽ അഹ്ലി സൈൻ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടനാം ഹോട്ട്സ്പർ ഇപ്പം കോണർ ഗാലഗറിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ അവർ ബിസൂമയുടെ സെയിലിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുകയാണ്. ബിസൂമയുടെ സെയിൽ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി മാഡിൻസൺ ലാസ്റ്റ് പ്രീ സീസൺ ഫ്രണ്ട്ലിക്കിടെ ഇഞ്ചുറി പറ്റി പോയിട്ടുണ്ട്, കുറച്ച് നാൾ ഔട്ട് ആവുമെന്ന് കേൾക്കുന്നു. ബട്ട് ബിസൂമയുടെ സെയിലിന് ശേഷം ഗാലഗർ ഡീലോട്ട് എൻട്രി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഗാലഗറിനെ റൈറ്റ് പ്രൈസ് കിട്ടുവാണെങ്കിൽ കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് സ്പെയിനിൽ നിന്ന്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വ്ളാഹോവിച്ചിൽ നമുക്കറിയാം ലിങ്ക്സ് നേരത്തെ കൊണ്ടിരുന്നു. വ്ളാഹോവിച്ചിനെ അങ്ങോട്ട് യുണൈറ്റഡിന് ഓഫർ ചെയ്തായിരുന്നു വാർത്തകൾ വന്നിരുന്നു. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വ്ളാഹോവിച്ചിനെ യുണൈറ്റഡിന് മുമ്പിൽ ഓഫർ ചെയ്തു ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തു. അതിന് യുണൈറ്റഡ് അത് റിജക്ട് ചെയ്യുകയും ചെയ്തു, ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. സോ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ അൽ ഹിലാലും ഡാർവിൻ ന്യൂനസിനും ഇടയിൽ സീരിയസ് ടോക്സ് നടക്കുകയാണ്. പേഴ്സണൽ ടൈംസ് ഇതുവരെ അഗ്രി ചെയ്തിട്ടില്ല. ബട്ട് അൽ ഹിലാൽ ലിവർപൂൾ ഡിമാൻഡ് ചെയ്യുന്ന 70 മില്യൺ പൗണ്ട്സ് ആണെന്ന് തോന്നുന്നു, അതിന് മേളൊരു യൂറോസ് ആണെന്ന് തോന്നുന്നു, അതിന് മേളൊരു പാക്കേജ് കൊടുക്കാൻ റെഡിയാകുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന്റെ വക്കിലാണ്. പോസിറ്റീവായിട്ടാണ് ടോക്സ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഡാർവിൻ ന്യൂനസ് അത്ലറ്റിക് ബിൽബാവോയ്ക്ക് അഗേൻസ്റ്റ് പ്രീ സീസൺ ഫ്രണ്ട്ലിയൊക്കെ കളിച്ചിരുന്ന ഒരു ഗോളും സ്കോർ ചെയ്തിരുന്നു. അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ ആറൻ ജഷാരിനെ AC മിലാനും, നമുക്കറിയാം ആറൻ ജഷാരി AC മിലാൻ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ ഐ വിൽ ബി റിയലി ഡിസപ്പോയിന്റഡ്. കാരണം അമ്മാതിരി രീതിയിൽ ആർഡൻ ജഷാരി AC മിലാനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം പുള്ളി യുണൈറ്റഡ്, ചെൽസി കൂടാതെ മറ്റ് പല ക്ലബ്സിന്റെയും ഓഫർ അവരോട് ടോക്സ് പോലും നടത്താൻ റെഡിയായില്ല. കാരണം പുള്ളി AC മിലാൻ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മിഡ്ഫീൽഡറിന് വേണ്ടി, ക്ലബ് ബ്രൂഹിന്റെ സ്വിസ് ഇന്റർനാഷണൽ ആയ മിഡ്ഫീൽഡറിന് വേണ്ടി പല ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആയി. പക്ഷെ പുള്ളി AC മിലാൻ മതി എന്നുള്ള രീതി പിടിച്ചു നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 33.5 മില്യൺ യൂറോസ് പ്ലസ് ബോണസസിന്റെ ഒരു പാക്കേജിന് അഗ്രിമെന്റിലോ തെറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സാഷ ടവലോർ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഹിയർ വി ഗോ. ജഷാരിക്ക് വേണ്ടി ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യണം. ഈ വിൻഡോയിൽ അത് നടന്നിരിക്കണം. ജഷാരി ഡിസേർവ്സ് ദാറ്റ് മൂവ്. കാരണം പുള്ളി അമ്മാതിരി രീതിയിൽ AC മിലാനെ സ്നേഹിക്കുന്നുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ആണെങ്കിൽ നമുക്കറിയാം ഗഹിയിൽ ഇൻട്രസ്റ്റഡ് ആണ്, പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവർ ഡിമാൻഡ് ചെയ്യുന്ന 50 മില്യൺ പൗണ്ട്സ് കൊടുക്കാൻ റെഡിയല്ല. സോ ആളുടെ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്ട് ആണ്, നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജന്റ് ആയിട്ട് ഗഹിക്ക് വരാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ അത് മറ്റൊരു ട്രാൻസ്ഫർ, ഇപ്പോൾ ഒരു സെന്റർ ബാക്ക് മാത്രമല്ല മറ്റൊരു സെന്റർ ബാക്കിനെ ടാർഗറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനിടയിൽ ഇപ്പം പെട്ടെന്ന് കയറി വരുന്ന ഒരു നെയിം ഏതാണെന്ന് വെച്ചാൽ നാത്തൻ കോളിൻസിന്റെ ആണ്, ബ്രെൻഫോർഡിന്റെ ഡിഫൻഡർ. സോ പുള്ളിയിൽ സീരിയസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നുള്ള ലിവർപൂൾ കാണിക്കുന്നുണ്ടെന്ന രീതിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ടൈലർ മോർട്ടനെ ലയോൺ 15 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജിന് സൈൻ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ സീരിയസ്ലി നീങ്ങുവാണ്. ഫൈനലൈസ് ആയി മെഡിക്കലൊക്കെ കണ്ടക്ട് ചെയ്തെന്നാണ് കേൾക്കുന്നത്. സൊളിച്ചി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ബെറാൾഡോ, നമുക്കറിയാം PSG ബ്രസീലിയൻ സെന്റർ ബാക്ക്. സോ താരം ക്ലബ്ബ് വിടണം എന്നുള്ളൊരു ആവശ്യം PSG മാനേജറിന് മുമ്പിൽ സമർപ്പിച്ചതായിട്ട് ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് PSG താരത്തിനെ റൈറ്റ് പ്രൈസിന് വിൽക്കാൻ റെഡിയാണ്. സോ സബ്രാനി ഡീൽ അവർ ഫൈനലൈസ് ചെയ്യുക. പിന്നീട് 30 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് ബെറാൾഡോനെ വിൽക്കാൻ അവർ റെഡിയാണെന്നുള്ള രീതിയിൽ റൈറ്റ് ഓഫേഴ്സ് കംസ്
റെഡിയാണെന്നുള്ള രീതിയിലാണ് ലേക്ക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ബെറാൾഡോ അൺടച്ചബിൾ ആയിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്, ബട്ട് 30 മില്യൺ യൂറോസ് ആണ് അവർ ബെറാൾഡോയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്നതാണ് ലേക്ക് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഇപ്പൊ ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. എന്തെങ്കിലും മിസ്സാക്കിയില്ല, എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ.